ഈ കെയോസ് കോമഡി എന്ന് പറയുന്ന ജോണർ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് സ്വല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു തിരക്കഥയാകുമ്പോൾ എല്ലാം തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം, അത് സ്വല്പം വിശ്വസനീയമാകുന്ന രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കണം. അതിനൊപ്പം തന്നെ ഓരോ ഇൻഡിവിജ്വൽ ട്രാക്കുകളും യുക്തിഭദ്രമായിരിക്കണം. അനൂപ് മേനോൻ നായകനായ 21 ഗ്രാംസ് എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള ബിപിൻ കൃഷ്ണയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സാഹസം ഇങ്ങനെ ഒരു കെയോസ് കോമഡി ആവാനുള്ള ശ്രമമാണ്. ഈ പടത്തിൻ്റെ താരനിരയിലെ ഒട്ടുമുക്കാൽ ആളുകളും വരുന്ന തരത്തിലുള്ള ചില സീക്വൻസുകൾ നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒന്നിലധികം ട്രാക്കുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ട്രാക്കുകളെയും ഒരേ രീതിയിൽ എക്സൈറ്റിംഗ് ആക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ ലാൻഡിംഗ് അത്ര സ്മൂത്ത് അല്ലാത്ത ഭാഗങ്ങളും ഈ സിനിമയ്ക്കുണ്ട്. എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ ഈ ഒരു കൺഫ്യൂഷൻ കോമഡി കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. കൊച്ചിയിൽ ടെക്കിയായിട്ട് വർക്ക് ചെയ്യുന്ന ജീവനാണ് നമ്മുടെ നായകൻ. സെറ എന്ന പെൺകുട്ടിയുമായിട്ട് ജീവൻ ഇഷ്ടത്തിലാണ്. എന്നാൽ ഈ ബന്ധം അറിഞ്ഞതോടെ സെറയുടെ വീട്ടുകാർ അവളുടെ കല്യാണം പെട്ടെന്ന് നടത്താൻ തീരുമാനിക്കും. ഒളിച്ചോട്ടം എന്നത് തന്നെയാണ് ഇവരുടെ മുന്നിലുള്ള ഏക വഴി. അവർ അതിന് ശ്രമിക്കുന്നതും ആ പ്ലാനിലേക്ക് അവർ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ചില കഥാപാത്രങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ജീവൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസും മാഫിയയും ഒക്കെയുള്ള ഒരു ട്രാക്കിനെ തിരക്കഥ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആകെ മൊത്തത്തിലുള്ള ഈ സിനിമയുടെ സ്വഭാവം കാണുമ്പോൾ പണ്ട് ആമിർ ഖാൻ നിർമ്മിച്ച ക്ലാസിക് ഹിന്ദി കോമഡി ആയിട്ടുള്ള ഡൽഹി ബല്ലിയാണ് ആദ്യം ഓർമ്മ വരിക. സാമാന്യം തോൽവികളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കുറേ കൺഫ്യൂഷനുകളും കാര്യങ്ങളും കയറി വരികയും അവർക്ക് ഒരു ധാരണയും ഇല്ലാത്ത ടൈപ്പ് വലിയൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ അവർ ചെന്ന് പെടുകയും ചെയ്യുന്ന ടൈപ്പ് പരിപാടിയാണ് നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുന്നത്. പ്രിയദർശൻ വെട്ടത്തിൻ്റെ ക്ലൈമാക്സിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലത്തെ ഒരു സംഭവമാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിലെ ചില ക്യാരക്ടർ ഡിസൈനുകൾ ശരിക്കും രസകരമാണ്. അതിലെനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ബൈജുവും ഭഗത് മാനുവലും ഒക്കെ വരുന്ന ട്രാക്കാണ്. ഇതിൽ നരയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ശിക്കാരി ശംഭു സ്വഭാവത്തിലാണ് പോകുന്നത്. അത് പല സീനുകളിലും സ്വല്പം ഓവറായിട്ട് തോന്നി. പിന്നെ നായകനും നായികയും അല്ലാത്ത രണ്ടുപേരുടെ പ്രണയം സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അതും സിനിമയുമായിട്ട് അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. റംസാൻ മുഹമ്മദാണ് ജീവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കഥാപാത്രത്തിന് ഡാൻസുമായിട്ട് കാര്യമായ ബന്ധമില്ല എന്നതാണ് പ്രധാന ഫ്രഷ്നെസ്. തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ റംസാന് സാധിക്കുന്നുണ്ട്. ഗൗരി ജി കിഷനാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. കഥയിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണെങ്കിലും തിരക്കഥയിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് സ്ക്രീൻ ടൈം ഈ ഒരു ക്യാരക്ടറിനില്ല. നായകന്റെ സുഹൃത്തുക്കളുടെ വലയത്തിനുള്ള ആസ്ഥാന കോഴിയായ കഥാപാത്രത്തെ ശബരീഷ് വർമ്മ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ബാബു ആന്റണി വീണ്ടും ഒരു ആക്ഷൻ ഹീറോ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ സ്വല്പം ലോലഹൃദയനാണ്. സംശയരോഗി ടൈപ്പ് ആണത്തത്തെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നരയൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തെ തിരക്കഥ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഉള്ള സീനിൽ ഈ കഥാപാത്രം നല്ലപോലെ ചിരിക്കാൻ വകുപ്പ് തരുന്നുണ്ടെങ്കിലും ആ ക്യാരക്ടർ മാത്രം പെർഫോം ചെയ്യേണ്ട സീനുകളിൽ നരയൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് കൺവിൻസിംഗ് ആകുന്നില്ല. എപ്പോഴും ഉള്ളതുപോലെ ബൈജു സ്വതസിദ്ധമായ ശൈലിയിൽ തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഏറെക്കാലത്തിന് ശേഷം ഭഗത് മാനുവലിന് ഓർത്തിരിക്കാവുന്ന ഒരു കഥാപാത്രത്തെ ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാനയിൽ ഉണ്ടായിരുന്ന കാർത്തിക് നല്ല പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, പെട്ടെന്ന് കണ്ടാൽ മാധവ് സുരേഷ് അഭിനയം പഠിച്ചു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന പുതുമുഖമായിട്ടുള്ള ഹരി ശിവറാം. ആൾക്ക് നല്ല ഭാവിയുണ്ട്. യോഗ് JP, വർഷ രമേശ്, സജിൻ ചെറുകായിൽ, ടെസ ജോസഫ് ഇവരൊക്കെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. തൻ്റെ ആദ്യ സിനിമയിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമായ ഒരു ജോണറും ട്രീറ്റ്മെൻറ്റുമാണ് ബിപിൻ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി മികച്ചതാണ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഫീൽ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ആൽബി പടത്തിന് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളും പാരലൽ ട്രാക്കുകളും ഉള്ള തിരക്കഥ നല്ല രീതിയിൽ എഴുതുക എന്ന് പറയുന്നത് സ്വല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമ്മൾ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്ന ടൈപ്പ് സീനുകൾ ഈ സിനിമയിലുണ്ട്. അതേസമയം കാണുന്ന ഓഡിയൻസ് മാപ്പ് തരും എന്ന രീതിയിൽ ലോജിക്ക് അധികം നോക്കാത്ത രീതിയിൽ അടിച്ചു വിട്ടതുപോലത്തെ സീനുകളും സിനിമയിലുണ്ട്. ഒരു സെലിബ്രേഷൻ മൂഡ് മ്യൂസിക്കാണ് ഭൂരിഭാഗവും വന്നിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള ട്രാക്കുകളും ഉണ്ട്. അതിലൊന്ന് ഒരു പഴയ പാട്ടിനെ ഓർമ്മിപ്പിച്ചു. ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലെ ഒരു മുത്തം തേടി എന്ന പാട്ട് ഈ സിനിമയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തിയേറ്ററിൽ ചിരി വളർത്തുന്നുണ്ട്. കെയോസ് കോമഡി വിഭാഗത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ബിപിൻ കൃഷ്ണ ഒരുക്കിയിട്ടുള്ള ഈ സിനിമയിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങളുണ്ട്. 1-2 ട്രാക്കുകളിൽ ട്രീറ്റ്മെൻ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചിരുന്നെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ നിർത്താതെ ചിരിക്കാൻ വകുപ്പുള്ള ഒരു സിനിമയാകുമായിരുന്നു എന്ന് തോന്നിയ ഒരു പടമാണ് സാഹസം. മനസ്സറിഞ്ഞ് ചിരിക്കാൻ അവസരം തരുന്ന ചില മുഹൂർത്തങ്ങളും ആകെ മൊത്തത്തിൽ എല്ലാവരുടെയും സാമാന്യം കൊള്ളാവുന്ന പെർഫോമൻസുകളുള്ള ഈ സിനിമ തീർച്ചയായും ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒന്നാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്